ഈ മോളിൽ അങ്ങനെ അവിടെ വന്ന് അത് ആ മരം ഉണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വന്ന് ഇതുവരെ വന്നു ആന. ഇതുവരെ വന്നു കുട്ടികൾ ഇവിടുന്ന് ഓടി ആ മേലെ കയറിക്കണവരുന്നു. ആന ആൾക്കാരെ ഇടയൊക്കെ ഓടി വന്നിട്ട് ആന ആളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓടിയിട്ട് വന്നിട്ട് കാറിനോട് കുത്തിയിട്ട് അത് തപ്പുക തുമ്പി കയ്യിൽ വെച്ചിട്ട്. ഇവിടെയാണ് കാറ് നിർത്തിയിരുന്നത്. അവിടെ നിർത്തിന് ആ വീട്ടിലാണ് ഇതുണ്ടായിരുന്നത്. വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം 5:10 ആ സമയത്താണ് ഇങ്ങനെ വന്നത്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ നെല്ലാക്കോട്ടെ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു 2-3 മാസങ്ങൾക്ക് മുന്നേ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്ന് നമ്മളൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അന്ന് നമ്മൾ കണ്ടൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെല്ലാക്കോട്ടെ ടൗണിനോട് ചേർന്ന് തന്നെയുള്ള ആ ഒരു പ്രദേശത്ത് ഒരു കാട്ടാന പകൽ സമയത്ത് ഇറങ്ങി ഒരു കാറ് കുത്തിപ്പൊക്കി മറിക്കാൻ പോകുന്ന ഒരു സംഭവമൊക്കെ കണ്ടിരുന്നു. കാറിന് നല്ല ഡാമേജും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ കാറിൻ്റെ അകത്ത് ഒരു ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഇവിടെ ആ ഒരു സ്ഥലമൊക്കെ നമ്മൾ നേരിട്ട് സന്ദർശിച്ചാണ്, നമ്മളത് കണ്ടതാണ്. അപ്പം നമ്മളിന്നും അതേ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേപോലെ ഈ കാട്ടാനയുടെ പ്രശ്നം വീണ്ടും നടന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 1-2 ആഴ്ചയ്ക്കുള്ളിൽ നടന്ന 1-2 സംഭവങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്തോടെ കാണിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 3 ദിവസങ്ങൾക്ക് മുന്നേ നടന്ന ഒരു ഇൻസിഡൻ്റാണ്. അതേ സ്പോട്ടിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കാറ് കുത്തിമറിച്ച അതേ സ്പോട്ടിനോട് ചേർന്ന് തന്നെ ഒരു ഇച്ചിരി വ്യത്യാസത്തിൽ ഒരു കാറ് അതേ ആന തന്നെ കുത്തി നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു റിയലായിട്ട് നടന്ന ആ ഒരു സംഭവം നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാനായിട്ട് പോവാണ്. ഇപ്പോൾ ഏതായാലും നിങ്ങളെല്ലാവരും ആ ഒരു വിഷ്വൽ ഒന്ന് കണ്ടിട്ട് വരിക. മനു ഷെഫീഖാക്കി മർത്തനം വന്ന് നിൽക്കുക. വണ്ടിയുണ്ട് മെല്ലെ വണ്ടി എന്നയ്യാ രമേശ് കൊണ്ടു രണ്ട് കല്ല് പിന്നെന്താ ഇപ്പഴേ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോക്ക? ആരുമില്ലല്ലോ. ഉണ്ടോ? കുത്തിരെ എന്താ അതിലെന്തോ ഉണ്ടോ നോക്കിയതായി കാര്യം തൂക്കിങ്ങനെ നിർത്തിയ സാധനം എന്താ
ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് അന്നത്തെ ദിവസം ഇവിടെ സംഭവിച്ച ആ ഒരു ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. വളരെ ഭീകരമായ അവസ്ഥയാണ്. നിർത്തിയിട്ടിരുന്ന കാറാണ്, ആ കാറാണ് ഇത്തരത്തിൽ നശിപ്പിച്ചത് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഏതായാലും നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഈ നെല്ലാക്കോട്ടെ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. നമ്മളിനി നെല്ലാക്കോട്ടെ ടൗണിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ചെന്നിട്ട് യഥാർത്ഥത്തിൽ ആ ഒരു ഇൻസിഡൻറ്റ് നടന്ന ആ സ്ഥലം നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ആ ഒരു സംഭവം നേരിട്ട് കണ്ട ആളുകളോട് നമ്മൾ ഒന്ന് സംസാരിക്കാനായിട്ട് പോവുകയാണ്. പേരെങ്ങനെയാണ്? പേര് ചെയ്ത് ഈ ഭാഗത്ത് സ്ഥിരമായിട്ട് ഇങ്ങനെ ആന എപ്പോഴും വരില്ല, ഒരു ഒന്നരാടോട്ടൊക്കെ വരും. അല്ലേ? ഒന്നിടവിട്ട് ദിവസം വരുന്നുണ്ട്. വരുന്നുണ്ട്. വന്ന് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ റൗണ്ട് ഇതേമാതിരിക്ക് ഒരു കാറ് ഇടിച്ചു. അതെ അതെ അതെ. അതേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ഇപ്രാവശ്യം ഇടിച്ചു. അതെ അതെ അതെ. ഇപ്പോൾ ഇടിച്ചത് നമ്മളെ അനിയൻ്റെ മകൻ്റെ. അല്ലേ? ഓനവിടെ നിർത്തിയിട്ടിങ്ങാണ്ട് അവിടെ ഒരു പിന്നെ ബിസിനസ് ഉണ്ടായിരുന്നു നെല്ലാക്കോട്ട. അത് നോക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഇറങ്ങി പോയപ്പോഴാണ് ഈ സംഗതി. അല്ലേ? ഓൻ്റെ വണ്ടിക്ക് നല്ല നാശമുണ്ടല്ലേ? ആ വണ്ടിക്ക് ഡോറൊക്കെ പൊട്ടിച്ചിട്ട്. അല്ലേ? ആന എന്താ ശരിക്കും? ആന ആൾക്കാരെ ഇടയൊക്കെ ഓടി വന്നിട്ട് ആന ആളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓടിയിട്ട് വന്നിട്ട് കാറിനാണ്ട് കുത്തിയിട്ട് അത് തപ്പുക തുമ്പി കയ്യിലിരിച്ചിട്ട്. അപ്പോൾ നോക്കുമ്പോൾ ആളെ കിട്ടാൻ വേണ്ടിയിട്ട് ആളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആനാണ്ട് പോയി. അല്ലേ? ഇപ്പോൾ സ്ഥിരമാകുന്നുണ്ടല്ലോ? സ്ഥിരമാകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്നും കണ്ട് ഭയങ്കര ശരിയാണ്. അവിടെ നേരെ ഇറങ്ങിയിട്ട് ഈ ഭാഗത്തേക്ക് അവിടെ പിന്നെ സിയാമി എസ്റ്റേറ്റ് അറിയും, അതിൻ്റെ ആ എസ്റ്റേറ്റ് കണ്ട് പോകും അങ്ങോട്ട് അല്ലേ? അവിടെ പോയി ഇങ്ങാണ്ട് അവിടുന്ന് അവിടെ കുറേ പാക്കും തോപ്പ് ഇതൊക്കെ ഉണ്ട്, അതിൽ പോയിട്ട് വെയും. അല്ലേ? പിന്നെ അങ്ങനെ വന്നിട്ട് രാവിലെ ഇങ്ങോട്ട് തന്നെ വരും. അതെ. അപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? വൈകുന്നേരത്തെ എവിടെ ഒരു ചോലയില്ല, അതിൻ്റെ അകത്താണ് നിൽക്കുന്നത് അല്ലേ? അവിടെ കൽപ്പുരക്കാട് എന്ന് പറഞ്ഞ ചോല ഉണ്ട്. അവിടെ ആ ചോലയിലാണ് 2 ഉണ്ട്. അല്ലേ? ആ 2 എപ്പോഴും ഇല്ല. അതെല്ലാം തിരിച്ച് ആ വഴി കൂടെ തന്നെ, ആ വഴിക്ക് കൂടി തന്നെ പോകുള്ളൂ. ആ വഴിക്ക് കൂടി തന്നെ അല്ലേ? എല്ലാ ദിവസവും അതിലെ പോകുന്നുണ്ടല്ലേ? വേറെ അതൊന്നും ഇല്ല. അത് വന്നിട്ട് അങ്ങനെയാണ് പോയി അതേമാതിരി രാത്രി വന്ന് നല്ല ശല്യം. എന്നിട്ട് ഈ ഭാഗത്തോടൊക്കെ വരും അല്ലേ? ഈ ഭാഗത്ത് കൂടി വന്നിട്ട് ഇതിലെങ്ങനെ വരും, വന്നിട്ട് വരും. ഇതിലൊക്കെ വരും അല്ലേ? ഒരു ദിവസം അതേമാതിരി ഒരു ആദിവാസിനെ ആട്ടി. അല്ലേ? അത് ഇതിലാണ് പോയി ഇങ്ങാണ്ട് ആദിവാസിനെ കണ്ടെങ്കിൽ ആദിവാസിൻ്റെ ബാക്കിൽ അവിടെ ഓടിയാണ്. ആദ്യം ആദിവാസിനെ കിട്ടിയില്ല. അല്ലേ? അന്നേ ആദിവാസിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് പണിയിരുന്നത്. അല്ലേ? മുത്ത് അറിയാം. ആളുകളോട് ഭയങ്കര ദേഷ്യമുള്ള ആന. ആൾക്കാരെ എവിടെ ദേഷ്യമില്ല. അന്നേ കുറച്ചില്ല എന്നുണ്ടെങ്കിൽ അവനെ പണിച്ചു. അതേ ആന തന്നെയല്ല അന്ന്? അത് വേറെ ഈ ആന അല്ല, അത് വന്നിട്ട് ചെറിയ ആന. അല്ലേ? അധികം കൊമ്പില്ല, ഒരു ചെറിയ കുള്ളത്തി. അവിടെ നിന്ന് ഇങ്ങോട്ട് വരികത്തില്ല, കണ്ട് പോകും. അങ്ങനെയാണ് അവിടുത്തെ. ഇവിടെ ഇതിനെ ഇപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ എത്ര വീടുകളുണ്ട്? ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഒരു 13 വീടുണ്ട്. ഈ വീടിൻ്റെ ഇത് വെള്ളാറല്ലേ? ആ, ഇത് എസ്റ്റേറ്റിൻ്റെ ഇത് എസ്റ്റേറ്റ് ബൗണ്ടറിയാണ്. അരിശ മലയാള ലിമിറ്റഡിൻ്റെ തോട്ടാണിത്. ആ തോട്ടത്തിൻ്റെ ബൗണ്ടറിയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ. അല്ലേ? ഇവിടെ എപ്പോഴും ഞങ്ങൾക്ക് അധികം ശല്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ അങ്ങനെ കാട്ടുകൂടി ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാരിങ്ങനെ ആട്ടിനൊന്നല്ലാതെ നമ്മളായിട്ട് ശല്യത്തിന് എന്തെങ്കിലുമൊക്കെ വന്ന് മരത്തുമല്ല പിലാവ് ചക്കല്ല ഒക്കെ തിന്ന് അങ്ങനെ പോകും. ആന വന്നിട്ട് മനുഷ്യനായിട്ട് വല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ആളെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ നേർക്കൊണ്ട് തിരിയാം. ടോർച്ചിൻ്റെ വെളിച്ചത്തിനെ കൂടി വരും. ഫോറസ്റ്റുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓല് പറയും അത് പിഞ്ഞ് വരില്ല, ഞങ്ങൾ ആട്ടിക്കണമെന്ന് പറഞ്ഞ് ഓല് കുറച്ച് ദിവസം കൊണ്ട് ആട്ടിയിട്ട് വിടും. അതേമാതിരിക്ക് ആന പിന്നെ ഇങ്ങോട്ട് വരും. ഓലേറ്റ് ഒരു ഇതിനൊന്നും ഇല്ല. ആന കൊണ്ടേ വിടാനെ പിടിച്ചാനൊന്നും ഒരു സ്ഥലത്തില്ല. ആനനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഇവിടെ. കാരണം കൃഷികളൊക്കെ കംപ്ലീറ്റ് നശിപ്പിച്ച. അതുകൊണ്ട് ഇവിടെ ആൾക്കാർ കൃഷി ഇരുന്നില്ല. ഇതൊക്കെ ഫുള്ളായിട്ട് ഇത് വാക്കും തോപ്പിന്ന്. ആ വാക്ക് ഫുള്ളായിട്ട് ഈ തോട്ടം കംപ്ലീറ്റ് വാഴയൊക്കെ ഉണ്ടായിരുന്നു. വായും തോപ്പന്ന് അതിൽ വന്നിട്ട് കംപ്ലീറ്റ് ആന നാസാക്കി പോയി. അതൊന്നുമില്ല. ഇവിടെ കുറേ വായിട്ടിന്ന് ആ വായൊക്കെ ആന നാസാക്കിയിട്ട് പോയിട്ട് പിന്നെ അതിൻ്റെ ശേഷം ഇവിടെ ആരും കൃഷി ഉണ്ടാക്കി. അതിനൊക്കെ കുറേ വർഷമായി ഇവിടെ താമസിക്കും. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു 10, 50, 55 കൊല്ലത്തിൻ്റെ വരെ 50-55 കൊല്ലം ഈ മദ്രസിൻ്റെ മുന്നേ വന്നതാണ്. പേരെങ്ങനെയാണ്? പേര് സ്വാലിഹ്. നിങ്ങളെ കാറല്ലേ? മറ്റേ ഇല്ല, എൻ്റെ അനുജൻ്റെ കാറല്ലേ? എന്നാണ് സംഭവം? സംഭവം കഴിഞ്ഞ വെള്ളിയാഴ്ച. അനുജൻ്റെ 3 ദിവസമായി. സുഹൃത്തിൻ്റെ ഉമ്മ മരിച്ചിട്ട് അവിടെ ദിക്കറിന് പോണ സമയത്ത് നിർത്തിയിട്ട വണ്ടിക്കാണ് ആന വന്ന് ആക്രമിച്ചത്. നല്ല കാലം അവൻ്റെ ഫാമിലിയൊക്കെ വണ്ടിയിലുണ്ടായിരുന്നു. ആ കാറിനകത്ത് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി അവർ പോയതിൻ്റെ ശേഷമാണ് അടിച്ചത്. ആ വീട്ടിൽ കയറിയിട്ടില്ല. കയറുന്നതിൻ്റെ മുന്നേ ആനൻ്റെ ആക്രമണം ഉണ്ടായി. പിന്നെ നിരന്തരം
ആനയുടെ ആക്രമണം ദുരന്തമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ. പിന്നെ ഞങ്ങൾ കാറിന് കുറേ നാശനഷ്ടം വന്നോ? നാശനഷ്ടം വന്നിട്ടുണ്ട്. കാറിൻ്റെ റൈറ്റ് ഡോറൊക്കെ വളരെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കൃത്യം ഒരു വലിയ ഭീമമായ സംഖ്യ തന്നെ അതിന് ചിലവ് വരും. പിന്നെ ഞങ്ങൾ ഈ കാറ് ഇങ്ങനെ ആക്രമിക്കാനുണ്ടായ എന്താ പ്രകോപനം ഉണ്ടായ? പ്രകോപനം എന്ന് പറയാനില്ല, അത് മെയിൻ റോഡിലാണ് കാറ് പാർക്കിംഗ് ചെയ്തിട്ടുള്ളത്. ആ ഹൈവേ റോഡിൽ കൂടെ ആ ആന വന്ന നിരന്തരം അതിലെ പോകുന്ന വഴിയാണ്, പോകുന്ന വഴിയല്ല, അത് പോകുന്ന വഴി മറ്റൊരു സ്ഥലത്ത് കൂടെയാണ്. അന്ന് ആ വഴി കൂടെ വന്നു. അപ്പോൾ ആ കാറ് നിർത്തിയിട്ട സ്ഥലത്ത് കൂടെ വന്ന് ആ കാറ് ഇനി അതിൻ്റെ കളർ കണ്ടിട്ടാണെന്ന് അറിയില്ല, അതിനെ ആ കാറ് വല്ലാത്ത ആക്രമിച്ച് നാശനഷ്ടം സംഭവിച്ചു. അതിന് ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് അതിനുള്ള നഷ്ടപരിഹാരം അവർ 10 ദിവസം കൊണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. CF ഒക്കെ വന്ന് ഞങ്ങളോട് അന്വേഷിക്കുകയും എൻക്വയറി എടുക്കുകയും ചെയ്ത് ഞങ്ങൾ അതിനുള്ള എൻക്വയറിക്കുള്ള ഫോമൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ദിനപ്രതി ജനങ്ങൾ വന്യമൃഗം കൊണ്ട് വളരെ പ്രയാസത്തിലാണ്. അത് ഞങ്ങൾ ഗവൺമെൻറ്റുമായി ഞങ്ങളുടെ കഷ്ടം അറിയിച്ചിട്ടുണ്ട്. അത് ആക്രമിച്ചതിൻ്റെ ശേഷം 20ഓളം വരുന്ന വനപാലകരെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ 4 ബാച്ചായിട്ട് പിന്നെ അവർ വർക്ക് ചെയ്തുകൊണ്ട് ഓരോ സംഭവം ഉണ്ടാകുമ്പോഴാണ് പിന്നെ അവർ ഇത് അക്രമം ഉണ്ടാകുമ്പോഴാണ് അവർ വന്നിട്ട് ഇതിന് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. സമരത്തിൽ ഇറങ്ങുമ്പോഴും റോഡ് നിരോധിക്കുമ്പോഴും ഗതാഗത തടസ്സം ചെയ്യുമ്പോഴൊക്കെയാണ് ഇത് ഉദ്യോഗസ്ഥർ ഇതിന് കൂടുതലായിട്ട് ഇതുണ്ടാക്കുന്നത്. പിന്നെ ഈ പരിസരത്ത് കഴിഞ്ഞ 2-3 ദിവസം മുന്നേ ഈ റോഡിലാണ് ഈ വീട്ടിലുള്ള ആടിനെയാണ് പുലി പിടിച്ചിട്ട് പോയത്. പുലി അതും വനപാലകരെ ഞങ്ങൾ അറിയിച്ചു. അവർ വന്ന് അതിന് എൻക്വയറി ചെയ്ത് അവർക്കും നഷ്ടപരിഹാരം തരാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. പുലി കടിച്ചു കൊന്നു. കൂട്ടിൽ കയറിയിട്ട് 2 ആടിനെ കടിച്ചു കൊന്ന് അടുത്തുള്ള കോഴിക്കോട്ടിൽ നിന്ന് 4 കോഴിനെ കൊണ്ടുപോയി. അപ്പോൾ ഇതൊക്കെ ഞങ്ങളെ വേദനകളൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് സുരക്ഷിതത്വം തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഈ വഴിക്ക് ആരും ഉണ്ടാവില്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ 6 മണിൻ്റെ ശേഷം ആയിക്കഴിഞ്ഞാൽ വന്യമൃഗങ്ങളെ കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അക്രമം ഒരു 10 വർഷം മുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്ര അധികം അക്രമം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഇടയായിട്ട് ആനൻ്റെയും പുലിൻ്റെയും ഒക്കെ അക്രമം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിൽ കൂടുതൽ ആനയുണ്ടോ? വേറെ ഉണ്ടോ ആന? ഒന്നിൽ കൂടുതൽ ആന ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒറ്റയാനയാണ് പേടിക്കേണ്ടത്. ഈ ഒറ്റയാന ഈ വെള്ളിയാഴ്ച അടിക്കുന്നതിൻ്റെ 4 ദിവസം മുന്നേ പിന്നെ ദേവർശോല പോണ റൂട്ടിൽ വെച്ചൊരു കാർ അടിച്ചു. കേരള വണ്ടി തന്നെയാണത്. അതിൽ ഫാമിലി ഉണ്ടായിരുന്നു. അത് പകല അത് ഇതന്നെ 7-8 മണി ആയിട്ടുണ്ട്. 8 മണി വൈകുന്നേരം 8 മണി. അത് ഇത് അടിക്കുന്നതിന്റെ മുന്നേ ഇതേ ആന തന്നെയാണ് അത് അടിച്ചത്. ഇതാ ഈ ആട്ടും കൂടുന്നാണ് പുലി ആടിനെ പിടിച്ചത്. ഇതിന്റെ മുകൾ വശത്തേക്ക് പുലി കയറിപ്പോയിട്ട് ആ ദാർപ്പായൊക്കെ വലിച്ചു കയറിയിട്ട് അലകൊണ്ട് മുടഞ്ഞ കൂടാണ്. അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് 2 ആടിനെ പിടിച്ചത്. ഇവിടെ തന്നെ പിടിച്ചത്. മൊത്തം എത്ര ആടുണ്ടായിരുന്നു? മൊത്തം 16 ആട് ഉണ്ടായിരുന്നു. അതിലിപ്പോ 2 എണ്ണത്തിന് വലിയ തള്ളാടിനെയാണ് പിടിച്ചത്. ഇവിടുന്ന് ഇതാണ് കൂട്. പിന്നെ ഇതിന്റെ അതിപ്പോ മാക്സിമം ഒരു 20 ദിവസമായിട്ടുണ്ടാവും. 20 ദിവസമായിട്ടുണ്ടാവും. കോഴീനെ കൊണ്ടുപോയി 2 കോഴീനെ കൊണ്ടുപോയി. 2 കോഴീനെ. അതിനുശേഷം പിന്നെ വന്നിട്ടില്ല അല്ലേ? അതിന്റെ ശേഷം പിന്നെ ഞങ്ങള് ഫോറസ്റ്റ് ഓഫീസ് കംപ്ലൈന്റ് കൊടുത്ത് അവർ വന്ന് നോക്കി. പിന്നെ അതിന്റെ ശേഷം പിന്നെ കഴിഞ്ഞ ആഴ്ച അവിടെ തലക്ക് ഒരു വീടുണ്ട്. ആ വീട്ടിന്റെ മുൻവശത്തേക്ക് വന്ന് ആ വീട്ടിലെ ഉമ്മ അതിനെ കണ്ട് ഒച്ചട്ടപ്പോൾ അത് ഓടിപ്പോയി. അപ്പോൾ ഇത് ഈ ആട്ടുംകൂട് കേന്ദ്രീകരിച്ച് വന്നതാണ്.
നമ്മളിപ്പോൾ നിൽക്കുന്നത് നെല്ലാക്കോട്ടെ ടൗണിലാണ്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ കാണുന്നതാണ് നെല്ലാക്കോട്ടെ ടൗൺ എന്ന് പറയുന്നത്. ഈ ഒരു കടയിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇത്തിരി മുന്നേ കണ്ട ആ ഒരു കാറ് തകർക്കുന്ന ആ ഒരു വീഡിയോ പകർത്തിയത്. ആളുകളൊക്കെ ഈ ഒരു കടയ്ക്കകത്ത് നിന്നിട്ടാണ് ആ വീഡിയോ പകർത്തിയത്. നമുക്കിവിടെ കാണാം, നെല്ലക്കോട്ടയുടെ ബോർഡൊക്കെ കാണാം. അതേപോലെ കാട്ടാന കയറി വരുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇതാണ്. അവിടെ ഒരു ബോർഡ് കാണാം, എലഫൻറ്റ് ക്രോസിങ് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡുണ്ട്. ഈ ഒരു ബോർഡ് കണ്ടോ, എലഫൻറ്റ് ക്രോസിങ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബോർഡ് വെച്ചിരിക്കുന്ന ഈ ഒരു പ്രദേശത്തു കൂടിയാണ് കാട്ടാന കയറി വരുന്നത്. ഇവിടെ നമുക്ക് കാണാം ഒരു വേസ്റ്റ് കൂമ്പാരാട്ടോ, സകലവിധ വേസ്റ്റുകളും കൊണ്ട് തട്ടുന്ന ഒരു പ്രദേശമാണ്. ഇതിലെ ഇങ്ങനെ ഇറങ്ങി ഇതിലെ ഇങ്ങനെ ഇറങ്ങി പോയിട്ട് ഈ കാണുന്ന പൊന്തക്കാട്ടിലാണ് ആന പകലൊക്കെ നിൽക്കാറ് എന്നാണ് നമ്മളിപ്പോൾ ആ ചേട്ടന്മാരൊക്കെ പറഞ്ഞ് കേട്ടത്. അപ്പോൾ ഇതിലെയാണ് ആന തിരിച്ചും കയറി ഇങ്ങോട്ട് വരുന്നത്. കണ്ടോ, സ്ഥിരമായിട്ട് ആന നടന്നു പോകുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആനയൊക്കെ ചവിട്ടി ഇറങ്ങി പോകുന്ന ഒരു പാടൊക്കെ നമുക്ക് പല സ്ഥലത്തും കാണാം. ഇതിലെയാണ് ആനയുടെ വരവ്. ഇങ്ങനെ കയറി വന്നേച്ചിട്ട് അതാണ് ഇവിടെ ഒരു ബോർഡും കൊടുത്തിരിക്കുന്നത്, എലഫൻറ്റ് ക്രോസിങ് സോൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബോർഡും കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ സ്ഥിരമായിട്ട് ആന ക്രോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പം ഇങ്ങനെ വന്നേച്ചിട്ട് ഈ വഴിക്ക് ഇങ്ങനെയാണ് ആന പോകുന്നത്. അതുപോലെ ആ ഒരു വണ്ടി കിടക്കുന്ന അവിടുന്ന് മുകളിലേക്കുള്ള ആ ഒരു റോഡിലേക്കാണ് ആന കയറി പോകുന്നത്. പിന്നെ അവിടുന്ന് മാറി തേയിലത്തോട്ടത്തിലേക്കും മറ്റ് തോട്ടങ്ങളിലേക്കൊക്കെ പോകുന്നത്. അതായത് ഈ ആന സ്ഥിരമായിട്ട് ഇവിടെ തന്നെ തമ്പടിച്ചിരിക്കുന്ന ഒരാനയാണ്. ഈ ആന മാത്രമല്ല, ഒരു ആനയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് കാട്ടിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ. ഇത് കാട്ടാന എന്നൊന്നും ഇതിനെ വിളിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കാട്ടിലൊന്നും പോകുന്നില്ല. ഈ പ്രദേശത്തൊക്കെ ചെറിയ സ്ഥലത്തൊക്കെ ഒതുങ്ങി നിൽക്കും. രാത്രിയാകുമ്പോൾ ഇറങ്ങി എല്ലാ സ്ഥലത്തും ഇറങ്ങി മേടുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വണ്ടികൾക്കും അതുപോലെ തന്നെ കൃഷിനാശമൊക്കെ വരുത്തി വെക്കുന്നുണ്ട് ഇവിടുത്തെ ഈ ഒരു കാട്ടാന. ഈ 1-2 കാട്ടാനകളെന്ന് പറയുന്നത് ഈ ഒരു പ്രദേശത്തെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ആ വീഡിയോ കണ്ട പോലെ ആ ഒരു കാട്ടാന ആ ഒരു വണ്ടി കുത്തിയത് ഇപ്പോൾ ആ കാറ് നിൽക്കുന്നത്, ഇപ്പോൾ ആ ഒരു ഗുഡ്സ് വണ്ടി നിൽക്കുന്ന ആ ഒരു പ്രദേശത്ത് തന്നെയാണ് ആ ഒരു കാറ് കടന്നിരുന്നത്. അവിടെ നിന്നിട്ടാണ് ആന ആ ഒരു വണ്ടിയെ ഇതുപോലെ ആക്രമിച്ചത്. ഇവിടെയാണ് കാറ് നിർത്തിയിരുന്നത്. അവിടെ നിർത്തിന് ആ വീട്ടിലാണ് ഇതുണ്ടായിരുന്നത്, പരിപാടി ഉണ്ടായിരുന്നു. അവിടെ നിന്നാണല്ലേ ആൾക്കാർ വീഡിയോ എടുത്തത്? അവിടെ നിന്നാണ് ആൾക്കാർ വീഡിയോ എടുത്തത്. ആന വന്നത് ആ വഴിക്കാണ്. അവിടെ നിന്നാണല്ലേ? ഇതിലിങ്ങനെ കയറിയിട്ട് ഇതിലെങ്ങനെ കയറിയിട്ട് അതിലൊക്കെ കയറി വരാം. അതിലൊക്കെ കയറി വരും. അന്ന് വന്നിട്ട് ഇതിലെ കയറി ഇതിൽ കയറിയിട്ട് ഇങ്ങനെ നടന്ന് വരുന്നവരോ ഇങ്ങോട്ട് വരും. കാർ അവിടെ നിർത്തിച്ചിട്ട് ഇതിൽ വരുന്ന വരവില് ആന വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കാറിനെ ആക്രമിച്ചത്. അതിനുശേഷം ആന എങ്ങോട്ടാ പോയേ? അതിനുശേഷം ആ വഴിക്കാ പോയത്. ഈ റോഡിനാ? ആ വഴിക്ക് അത് റാക്കോട് എസ്റ്റേറ്റിക്കുള്ള വഴിയാണ്. റാക്കോട് എസ്റ്റേറ്റ് പാക്കണ വഴി, പാക്കണ കുന്നലാടി കരിയശോല അങ്ങോട്ടാ പോയല്ലേ? അങ്ങനെ ആ വഴിക്കാണ് പോയത്. അതായത് സ്ഥിരം ഇതിലെ തന്നെ വന്ന് ഇങ്ങനെ കയറി പോകുന്നത്? അല്ല, സ്ഥിരം ഇതിലല്ല വരല്. അന്ന് ഇതിലെ വന്നത്. അതിന്റെ പിറ്റത്തെ നാളുകളിലൊക്കെ അയില വരും. അപ്പുറത്തൊരു ഈ വഴിക്ക് തന്നെ വരല്ലേ. ഈ വഴിക്ക് ഇങ്ങനെ വരും. ഇത് മെയിൻ ഹൈവേ റോഡാണ്, സുൽത്താൻ ബത്തേരി പോണ ഹൈവേ റോഡാണ്. അതുപോലെ തന്നെ ഒരു കളിസ്ഥലത്ത് ഇതുപോലെ ഇത് ഹൈസ്കൂൾ റോഡാണ്. ഇതിന്റെ മുകളിലാണ് സ്കൂൾ ഗ്രൗണ്ട്. ആ സ്കൂൾ ഗ്രൗണ്ടിൽ വിദ്യാർത്ഥികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആന കൃത്യം 4 മണിക്ക് ആന ഇറങ്ങിയത്. കുറച്ച് ദിവസം മുന്നേ അല്ലേ? അത് 2 ദിവസം മുന്നേ. ഇത് അടിക്കുന്നതിന്റെ 2 ദിവസം മുന്നേ. ആ ഇറങ്ങുന്നതിന്റെ ഒരു 4 ദിവസം മുന്നേ ദേവർസോ റോഡിൽ ഒരു കാർ അടിച്ചത് അല്ലേ? നമ്മളിപ്പോൾ ഏതായാലും ആ ഒരു പ്രദേശമൊക്കെ കണ്ടു. ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു കാറ് കാട്ടാന തകർത്തത്. അതേപോലെ ഈ ഒരു കടയുടെ ഭാഗത്ത് നിന്നിട്ടാണ് അവർ ആ ഒരു ദൃശ്യങ്ങൾ പകർത്തിയത്. ആന കയറിപ്പോയതാ ഈ ഒരു വഴിക്കാണ്. നമ്മൾ ആ രാത്രി കണ്ട ആ ഒരു വിഷ്വലിൽ കാട്ടാന ഇതിലെ ഇങ്ങനെ നടന്നു വന്ന് നേരെ കയറിപ്പോയത് ഇങ്ങോട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതിനു മുന്നേ നമ്മൾ ഈ ഒരു പ്രദേശത്തെ ഇതേപോലെ തന്നെ കാട്ടാന ആക്രമിച്ച വണ്ടി തകർത്ത ഒരു എപ്പിസോഡിൽ നമ്മൾ ഇതേപോലെ കാണിച്ചു. അന്നും ആന ഇങ്ങോട്ട് തന്നെയാണ് കയറിപ്പോയത്. അതുപോലെ നമ്മളിപ്പോൾ ഉള്ളത് നെല്ലാക്കോട്ടെ ടൗണിന് തൊട്ട് മുകളിലായിട്ടുള്ള
ഒരു പ്രദേശത്താണ്. ഇവിടെ ഒരു സ്കൂളുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളാണ് ഈ കാണുന്നത്. ഈ ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിലും കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങിയിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ അത് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് കഴിഞ്ഞ ദിവസം കാട്ടാന ഈ ഒരു ഗ്രൗണ്ടിലൂടെ ഇറങ്ങിയ ആ ഒരു ദൃശ്യങ്ങൾ. അതിന് ആ ഒരു ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്ന സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സ്കൂളൊക്കെ വിട്ടതിന് ശേഷം വൈകിട്ട് കുട്ടികൾ ഇവിടെ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഈ സ്കൂളിൻ്റെ തൊട്ട് പുറകിലുള്ള ഗ്രൗണ്ടിലാണ് ഈ സംഭവം നടന്നത്. നമ്മളേതായാലും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. ഈ നമ്മൾ ഈ കാണുന്ന ഈ സ്കൂളിൻ്റെ പുറകിലായിട്ടുള്ള ഗ്രൗണ്ടിലാണ് സംഭവം നടന്നത്. സാറിൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഉദയകുമാർ. ഇവിടെ കഴിഞ്ഞ ദിവസം എന്നാണ് ഈ സംഭവം ഉണ്ടായത്? ഒരു 2-3 ദിവസത്തിന് മുന്നേ കുട്ടികളൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുമാർ ഒരു വൈകിട്ട് ഒരു 5:10 ആ സമയത്ത് ആന ഒന്ന് മേലെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ആന പെട്ടെന്ന് ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് കുട്ടികളെ നോക്കി അങ്ങനെ ഓടി വന്നു. അതേ സമയത്ത് കുട്ടികളൊക്കെ വന്ന് ഉഷാറായി കുട്ടികളൊക്കെ വെളിയിലേക്ക് ഓടി വന്നുകൊണ്ട് അന്ന് രക്ഷപ്പെട്ടു. പിന്നെ ആന ഇവിടെ തന്നെ ഇങ്ങനെ ചുറ്റി കളിച്ചു കൊണ്ടിരിക്കുന്നു. 2 ദിവസം മുന്നേ ഒരു രാത്രി ഒരു 7 മണിക്ക് താഴെ മെയിൻ റോഡിൽ ഒരു കാറ് വന്നിട്ട് ഫുള്ളായിട്ട് അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് നാശാക്കിയിട്ട് പോയത്. ഇതേ ആന പറയുന്നത്. എനിക്ക് ആ ഗ്രൗണ്ട് ഒന്ന് കാണിച്ചു തരാമോ? ഇത് വീടിൻ്റെ ക്ഷമിക്കണം, ഈ സ്കൂളിൻ്റെ തൊട്ട് പുറകിലായിട്ടുള്ള ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം ആ കാട്ടാന. ഇതാണ് ഗ്രൗണ്ട്. കുട്ടികൾ കളിക്കുമ്പോൾ ഇവിടെ കളിക്കുമ്പോൾ അല്ലേ? ഈ ഭാഗത്ത് വന്നല്ലേ? അതെ. ഇവിടെ ഈ മോളിൽ നിൽക്കണ്ടായിരുന്നു. ഈ മോളിൽ നിന്ന് അങ്ങനെ അവിടെ വന്ന് അത് ആ മരം ഉണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വന്ന് ഇതുവരെ വന്നു ആന. ഇതുവരെ വന്നു കുട്ടികൾ ഇവിടുന്ന് ഓടി ആ മേലെ കയറിക്കണവരുന്നു. അതിന് മോള് കയറി രക്ഷപ്പെടാം. ഇത് താഴെ കൂടി പിന്നാലെ വന്നാല് അവർക്ക് ഓടാൻ കഴിയില്ലല്ലോ. എന്നിട്ട് മേലെ കയറി ചിലവരെങ്ങനെ അങ്ങനെ ഓടി. പിന്നെ ഒച്ചട്ട് നല്ല ഒച്ചട്ടപ്പോ തിരിച്ച് അതേപോലെ തന്നെ താഴോട്ട് പോയത്. വീഡിയോയിൽ കാണിക്കുന്ന സ്ഥലം ഇതല്ലേ? അതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഓടി വരുന്ന സ്ഥലം. ഇതാണ് ഓടി പകല് 5:10 ഒരു വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം 5:10 ആ സമയത്താണ് ഇങ്ങനെ വന്നത്. ഒത്തിരി പിള്ളേർ കളിക്കാൻ വരാറുണ്ട്. ഡെയിലി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ക്ലബിലത്തെ കുട്ടികളും നമ്മളെ സ്കൂൾ പിള്ളേരും ഒക്കെ വന്നിട്ട് വന്ന് കളിക്കാറുണ്ട്. ആ സമയത്താണ് ഇതുപോലത്തെ. ഇതിന് മുന്നേ ഇതേപോലെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതിന് മുന്നേ വന്നിട്ടുണ്ട്, വൈകുന്നേരത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കളിക്കുന്ന സമയത്ത് അല്ല, പക്ഷെ ഇതുപോലെ ഇങ്ങനെ ഓടി വന്ന് കുട്ടികളെ നേരെ വന്നിട്ടുണ്ട്. അതിന് മുന്നേ വന്നിട്ടുണ്ട് ആനകൾ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുട്ടികളുടെ നേരൊക്കെ വരുമ്പോൾ അത് പേടിക്കേണ്ട കാര്യം തന്നെയാണ്. അതിന് നമുക്കതൊരു സുരക്ഷ വേണം. സ്കൂൾ ഗ്രൗണ്ടും കൂടെ കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്തുനിന്ന് അതിൻ്റെ തൊട്ടപ്പുറ ഭാഗത്തുനിന്ന് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു പ്രദേശത്തു നിന്നാണ് ആന ഇവിടെ വന്ന്. ആ സമയത്ത് ഇവിടെ കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഇപ്പോൾ ആ സാറ് പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അവിടുന്ന് ആന കുട്ടികളുടെ നേരെ ഓടി വരുമായിരുന്നു. അപ്പോൾ കുട്ടികൾ ചെതറി ഓടി പല വഴിക്കായിട്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ ഈ നാട്ടിൽ പല സംഭവങ്ങളായി ഇപ്പോൾ ഇതേപോലെ ഈ ഒരു ആനയും ഇതുമാത്രമല്ല മറ്റ് ആനകളുമുണ്ട്. ഈ ആനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവിടുത്തെ ജനങ്ങളൊക്കെ നല്ല പേടിയിൽ തന്നെയാണ് കേട്ടോ. എപ്പോഴാണ് ഇതിൻ്റെ മുമ്പിൽ പെടുക എന്നുള്ള ഒരു പേടിയിൽ തന്നെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് നമ്മൾ കോട്ടേലി എക്സാമിൻ്റെ ലാസ്റ്റ് ദിവസം എക്സാംസ് ചെയ്തും ഇതേപോലെ ഈ ഗ്രൗണ്ടിൻ്റെ അങ്ങേറ്റത് താഴെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനൊക്കെ ആ സൈഡിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സുരക്ഷയായിട്ട് എക്സാം കഴിഞ്ഞതും പറഞ്ഞു. പിള്ളേരുടെ അടുത്തൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നില്ല? നമ്മൾ ശ്രദ്ധിക്കണം, പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, തനിച്ച് പോകരുത്, കാട്ടുവഴി കൂടെ പോകരുത്, രാത്രി സമയങ്ങളിൽ പുറത്ത് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ കുട്ടികളുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാറുണ്ടല്ലോ. അല്ല, നിങ്ങൾക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ കാണാം. ഇവിടുന്നാണ് ആന ഇറങ്ങി ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ആ അധ്യാപകർ തന്നെ പറഞ്ഞു ഒരുപക്ഷെ ആന ഈ ഒരു പൊന്തക്കാട്ടിൽ ഇതിൻ്റെ താഴെയുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആന പലപ്പോഴും വന്നിട്ട് ഇറങ്ങി പോകുന്നൊരു വഴിയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു വഴി. ഇതിലെയാണ് ആന പലപ്പോഴും ഇറങ്ങിപ്പോകാറെന്ന് പറയുന്നത്. ഇതുപോലെ ഇവിടെയാണ് സ്കൂളുള്ളത്. ഇതുപോലെ ഇത്ര അടുത്ത പ്രദേശങ്ങളിലൊക്കെയാണ് ജനങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ട് നേരിടുന്നത് കേട്ടോ. ഇവർക്കിപ്പോൾ ഇത് കണ്ട്
ഇതിപ്പോൾ വലിയൊരു വിഷയമല്ലാത്ത രീതിയിലായി മാറിയിട്ടുണ്ട്. കാരണം ഇത് കണ്ട് ഇവർ മടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാവരും വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം ഈ റോഡുകളിൽ കൂടെ ഒക്കെ യാത്ര ചെയ്യുന്നത് ജീവൻ കൈ പിടിച്ചുകൊണ്ട് തന്നെയാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ വന്നിട്ട് പലരോടും സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് കണ്ട മറ്റൊരു ദൃശ്യമാണ് ഇനി നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഒരു കാട്ടാന ഒരു ബൈക്കുകാരൻ്റെ നേരെ പാഞ്ഞെടുക്കുകയാണ്. ഒരു തേയിലത്തോട്ടത്തിൽ നിന്നാണ് ആന ഇങ്ങോട്ട് ഇറങ്ങിയതും ഇവിടെ വന്ന് ഈ റോഡിലേക്ക് ഇറങ്ങിയതും. അപ്പോൾ അവിടെ യാദൃശികമായിട്ട് വന്ന ആ ബൈക്കുകാരൻ്റെ നേരെ പാഞ്ഞെടുക്കുന്ന ആ ഒരു രംഗമൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടി എടുത്ത് പോങ്ങ. திருப்படா அண்ணா நிப்பாட்டி ஓடுங்க, வண்டி ஓடுங்க. வண்டி போட்டுருங்க, போங்க. வண்டி போட்டுருங்க, பா. அண்ணா கீழே இருந்த வண்டி நிப்பாட்டுங்க, கீழே இருந்து வண்டி நிப்பாட்டிருங்க. வண்டி நிப்பாட்டுங்க. അഞ്ച് ആള് ഏത് വെറുതാണ് അഞ്ചിടത്ത് வந்துருங்க അതായത് നിങ്ങൾ ആ ദൃശ്യം കണ്ടല്ലോ. ഈ ഒരു സംഭവം നടന്നത് നെല്ലക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 4 കിലോമീറ്റർ മാറിയിട്ടുള്ള മുക്കട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണ് നിൽക്കുന്നത്. ഞാനിനി ആ ഒരു പ്രദേശവും നേരിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു സംഭവം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ആളുകൾ എന്നെ കാണിച്ചു തന്ന ഒരു വിഷ്വലാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു റോഡ് കണ്ടോ, ഇത് മുക്കട്ടി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഉപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു റോഡാണ്. ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ മുകളിൽ നിന്നാണ് ആ കാട്ടാന ഇറങ്ങി വരുന്നത്. ആ ഒരു ദൃശ്യങ്ങൾ പകർത്തിയത്. ആ ദൃശ്യം പകർത്തിയ ആൾ ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് ആ ഒരു ദൃശ്യം പകർത്തിയത്. ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ മുകളിലാണ് ആ ഒരു കാട്ടാന നിന്നിരുന്നത്. അവിടുന്ന് നേരെ ഇറങ്ങി താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. നമുക്ക് ആന ഇറങ്ങി വന്ന് മണ്ണൊക്കെ മാറി കിടക്കുന്ന പ്രദേശമൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ ഇതിലെ പോവുകയും വരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്തും കാണാം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഒരു ഭാഗമുണ്ട്. ഇതിലൊക്കെ ആന കയറി പോയിട്ടും തിരിച്ചിറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്താണ് ആ ഒരു സംഭവം നടന്നത്. ആ ബൈക്കുകാരൻ ഇപ്പറേ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു സമയത്താണ് ഈ ഒരു സംഭവം നടന്നത്. ഇവിടെ വെച്ചിട്ടാണ് ആന അയാളെ ആക്രമിക്കാനായിട്ട് ചെല്ലുന്നതും അതിനുശേഷം ആ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ആളുടെ നേരെ തിരിഞ്ഞ് ചെല്ലുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അപ്പോൾ ആന ഈ ഒരു വഴിക്കാണ് കയറി മുകളിലേക്ക് പോയത്. നമുക്കിവിടെ കാണാൻ തേയിലയൊക്കെ നുള്ളുന്ന ആളുകളൊക്കെ ഈ വഴിക്കൊക്കെ വരുന്നതാണ്. പകൽ സമയത്താണ് ഈ സംഭവം നടന്നത് കേട്ടോ. ഇതിലൊക്കെ ഒത്തിരി വണ്ടികൾ പോകുന്ന റോഡും കൂടെയാണ്. ഈ ഒരു പ്രദേശത്ത് വെച്ചാണ് ഈ ഒരു സംഭവം നടന്നത്. അതുപോലെ തന്നെ ആന കയറിപ്പോയ വഴിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇത്തരത്തിൽ വളരെ പേടിച്ച് വിറച്ചാണ് കേട്ടോ ഈ ഒരു പ്രദേശത്തുള്ള ആളുകളൊക്കെ ജീവിക്കുന്നത്. നമ്മളിപ്പോൾ നെല്ലക്കോട്ടയിലെ ആ ഒരു ദൃശ്യങ്ങൾ കണ്ടു, കാറ് തകർത്ത ആ ഒരു ദൃശ്യങ്ങൾ കണ്ടു. നമുക്ക് കിട്ടാത്തൊരു വീഡിയോ, അതായത് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്ന മറ്റൊരു കാറ് തകർത്ത ഒരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഒരു വീട്ടിലെ ആടുകളെ പുലി പിടിച്ച ഒരു സംഭവം നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് വെച്ച് നടന്ന കാട്ടാന ബൈക്കുകാരൻ്റെ നേരെ ചെല്ല, അയാൾ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടാണ്. ഇതുപോലെ ജീവൻ കൈ പിടിച്ച് തന്നെയാണ് ഈ ഒരു പ്രദേശത്തുള്ള ആളുകളൊക്കെ ജീവിക്കുന്നത്. അതായത് ഗൂഡല്ലൂരിന് മുതൽ ഇങ്ങോട്ടുള്ള പ്രദേശത്തുള്ള ആളുകൾ കംപ്ലീറ്റ് കൂടുതലും ഒരു 70% മേലെയും മലയാളികളായിട്ടുള്ള ആളുകളാണ്. അല്ലെങ്കിൽ പണ്ട് കാലത്ത് കേരളത്തിൽ നിന്ന് കുടിയേറി പാർത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും തന്നെ മലയാളവും അറിയാം.
അപ്പോൾ ഈ പ്രദേശത്തുള്ള ആൾക്കാർ ജീവൻ കൈപ്പിടിച്ച് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത്. നമ്മളിപ്പോൾ സംസാരിക്കുക നമ്മൾ കണ്ട ആ സ്കൂളിലൊക്കെ കാട്ടാന വന്ന ആ ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. എത്രത്തോളം ഭീകരമായ ഒരു സാഹചര്യമാണെന്നുള്ളത് നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇതുപോലെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ, കാട്ടാനകളടക്കമുള്ള വന്യമൃഗങ്ങൾ, കടുവയും പുലിയും ഒക്കെ ഇങ്ങനെ ഇറങ്ങി സ്വൈര്യമായിട്ട് വിഹരിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ രാജ്യത്തല്ലാതെ വേറെ എവിടെയും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി എല്ലാ രാജ്യത്തും ഇത്തരം ജീവികളൊക്കെ കൃത്യമായിട്ട് അതിന് പറ്റുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സ്ഥലങ്ങൾ ഒരുക്കിയിട്ട് അവിടെ അല്ലെങ്കിൽ കാട് പ്രദേശത്ത് തന്നെ അതുങ്ങളൊക്കെ കൃത്യമായിട്ട് തറച്ച് നിർത്താൻ അല്ലെങ്കിൽ ലോക്ക് ചെയ്തിടാനുള്ള സംവിധാനമൊക്കെ എല്ലാ നാട്ടിലുണ്ട്. പക്ഷേ ഇവിടെ ഇതൊന്നും നടപ്പാകുന്നില്ല കേട്ടോ. ഇത്രയും ജനങ്ങളുടെ ഇടയിലൂടെയൊക്കെ ഇപ്പോൾ കാട്ടാനയും പുലിയും കടുവയും കാട്ടുപന്നിയൊക്കെ വളരെ കോമണായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ പേടിച്ച് പറിച്ചാണ് ഇവിടെയുള്ള ജനങ്ങളൊക്കെ ജീവിക്കുന്നത്. ഒത്തിരി ആൾക്കാർ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് എല്ലാം ഒന്നും ഇതിനകത്തോടെ കാണിക്കാനും പറ്റിയില്ല. ആ മാതിരിയുള്ള കാര്യങ്ങളൊക്കെയാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിങ്ങളിപ്പോൾ ഇന്നത്തെ വീഡിയോ കാണും. നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.